ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡിന് ശേഷം നമ്മൾ കണ്ടിരുന്നു ഇന്നത്തെ പ്രമോ, അതായത് നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു പ്രമോ. ബിഗ് ബോസ് ആ പ്രമോയിൽ ചോദിക്കുന്നുണ്ട്, നെവിൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അപ്പോൾ നെവിൻ പറയുന്നുണ്ട് യെസ് ബിഗ് ബോസ്. അത് കഴിഞ്ഞിട്ട് ആദിലയും നൂറയും കൂടി നെവിനെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ലൈവ് കഴിഞ്ഞേ ഉള്ളൂ, ബിഗ് ബോസ് വീട്ടിൽ നിന്നും നെവിൻ പുറത്തായിരിക്കുകയാണ്. 2-3 കാര്യങ്ങളാണ് ഇതിലെടുത്ത് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നെവിൻ കാണിച്ചത് ഒന്നൊന്നര മണ്ടത്തിലാണ്. ഇതൊരു മൈൻഡ് ഗെയിം ആണെന്നുള്ളത് കുറച്ച് നേരം ആൾ മറന്നുപോയി. അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ആൾ പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിരിക്കാം, അറിയില്ല എന്താണെന്നുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ രാവിലത്തെ ഇഷ്യൂ വന്നതോടെ, അതായത് നമ്മുടെ ജിസൈലിൻ്റെ ചുണ്ടത്ത് അനുമോള് ലിപ്സ്റ്റിക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കി. അത് ഭയങ്കര പ്രശ്നമായി, ഉന്തും തള്ളലും ആയി. എന്നിട്ട് അവസാനം ബിഗ് ബോസ് അവർ രണ്ടുപേരും കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു സംഭവം നടന്നതിന് ശേഷം തന്നെ നെവിൻ പോയി പറയുന്നുണ്ട്, അനുമോൾ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ മതി ഈ ബിഗ് ബോസ് വീട്ടിൽ, ഈ ഒരു നടപടി എന്തായാലും ബിഗ് ബോസ് എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസിനൊന്ന് ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നെവിൻ ക്യാമറയുടെ മുന്നിലൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ലിവിങ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, നെവിൻ നിങ്ങൾ രാവിലെ വന്ന് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞത് ആ ഒരു നിലപാടിനോട് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നത് ഉറച്ചു നിൽക്കുന്നുണ്ട് ബിഗ് ബോസ്, ഞാൻ ആ ഒരു നിമിഷത്തെ വൈകാരികമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴത്തേക്കും അതിലെ നൂറെ ഇടപെട്ട് അവിടെ നീ ആണാണെങ്കിൽ ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ സംഭവം കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നെവിൻ പിന്നെ മൊത്തത്തിൽ എന്താ പിന്നെ ഇറങ്ങി പോയേ ഉള്ളൂ എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഉറച്ചു നിന്നു. അപ്പോഴത്തേക്കും ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്കായിട്ട് ഫ്രണ്ടിലത്തെ ഗേറ്റ് തുറന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നെവിൻ ഓടി ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് പോയി. അതാണ് ആക്ച്വലി നടന്നത്. ഇതെല്ലാം നിമിഷങ്ങൾക്കുള്ളിലാണ് സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ആക്ച്വലി ഇത്രയും വലിയൊരു തീരുമാനം പുള്ളി പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു എടുത്തുചാട്ടം തന്നെയാണ്. ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ നടന്നത് അനുമോൾ ഒരാൾ കാരണം മാത്രമാണ്. അനുമോൾ ഈ ആഴ്ചയിൽ നമ്മുടെ സ്വേച്ഛാധിപതികളെ സെലക്ട് ചെയ്തല്ലോ, നമ്മുടെ ഗിസയിലും അതേപോലെ നെവിനായിരുന്നു. ഇവർ രണ്ടുപേരും ഈ ഒരു അധികാരമായിട്ടതോടെ അനുമോളൊന്നും ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല, വേണ്ടത്ര റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അനുമോളായിരുന്നു മെയിനായിട്ട് നെവിൻ്റെ ടാർഗറ്റ്. പക്ഷെ എന്തോ ബിഗ് ബോസ് പേർപ്പസ്ഫുള്ളി അനുമോളെ സേവ് ചെയ്യണ പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി കേട്ടോ. വേണ്ടത്ര ആക്ഷനൊന്നും ഇന്നത്തെ ആ ഗിസൈലിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ ഒന്നും എടുക്കാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ നെവിൻ കാണിച്ചതൊരു മണ്ടത്തരാണ്, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. നെവിൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നില്ല. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെവിന് മതിയായി കാണുമായിരിക്കും. എന്താണെങ്കിലും നെവിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ.